വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. വേടൻ തീപാറുന്ന വരികൾ എഴുതിവച്ചത് രവിശാസ്ത്രി വിശേഷിപ്പിച്ച സഞ്ജു സ്പെഷ്യൽ സാംസൺ ആയിരുന്നെന്ന് ഇപ്പോൾ കൂടുതലായി തോന്നിപ്പോവുകയാണ്. നീലക്കടലിരമ്പിയ വാങ്കഡയുടെ മൈതാനത്തേക്ക് ആ മലയാളി യുവാവ് തലയുയർത്തിയാണ് പാടണിഞ്ഞിറങ്ങിയത്. തന്റെ തീപാറുന്ന പന്തുകൾക്ക് മുമ്പിൽ സഞ്ജു വെള്ളം കുടിക്കുമെന്ന് വീരവാദം മുഴക്കിയ ആർച്ചറിനെ തന്നെ അതിർത്തി കടത്തിയായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം. ഇന്ത്യൻ ആരാധകരെ നിശബ്ദരാക്കുമെന്ന് വീമ്പിളക്കിയ സാം കറന് കത്തിപ്പടരുന്ന സാംസൺ കാട്ടുതീയെ കണ്ടുനിൽക്കാനേ നിർവാഹമുണ്ടായുള്ളൂ. അവഗണനകളുടെ ആപതന കയങ്ങളിൽ നിന്ന് ഇച്ഛാശക്തിയിലൂടെ നീന്തിക്കയറി ഇന്ത്യയുടെ ഭാഗ്യമൈതാനത്ത് അയാൾ വീണ്ടും പ്രഖ്യാപിച്ചു, ഇതെന്റെ സമയമാണ്. വിമർശന ശരങ്ങൾ പൂമാലയാക്കി തന്റെ തോൽവി കാത്തിരുന്ന മൂഢരോട് പുഞ്ചിരിച്ച് ബ്രിട്ടന്റെ പട്ടാളത്തെ തോൽപ്പിച്ച് ഇന്ത്യയ്ക്കയാൾ വീണ്ടും രക്ഷകനായിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മക്കയായ ഈഡൻ ഗാർഡനിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നിലയുറപ്പിക്കാനാവാത്ത ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് നിവൃത്തിയില്ലാതായപ്പോൾ രക്ഷകനായ അതേ മലയാളി. ഇന്നലെ പക്ഷേ അയാൾക്കൊന്നും പേടിക്കാനില്ലായിരുന്നു. രോഹിത് ശർമ്മയുടെ പുൾ ഷോട്ടുകളും വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവും ധോണിയുടെ ഫിനിഷിങ്ങും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഇന്നിംഗ്സ് ക്രിക്കറ്റ് ആരാധകർ കണ്ടു മതിയായിട്ടില്ല. അപ്പോഴാണ് അയാളുടെ വില്ലോ മരത്തടിയിൽ നിന്ന് വീണ്ടും ബൗണ്ടറികൾ തുടരെ മിസൈലുകളായി വാങ്കഡെ ഗാലറിയിലേക്ക് പറന്നിറങ്ങിയത്. ഇഷാൻ കിഷനെയും ശിവം ദുബൈയെയും കൂട്ടുപിടിച്ച് സഞ്ജു ആഞ്ഞടിച്ചപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് 250 കടന്ന് എത്തിനിന്നത് 253-ലാണ്. 89-ൽ പുറത്തായെങ്കിലും ക്രിക്കറ്റ് പ്രേമികൾക്കത് മറക്കാനാവാത്ത ഇന്നിംഗ്സ്. സെഞ്ചുറിയോളമോ അതിനേക്കാൾ മനോഹരമോ ആയാണ് ഇന്ത്യൻ ആരാധകരുടെ ഹൃദയങ്ങൾ ഈ ദിവസത്തെ സഞ്ജു പെർഫോമൻസിനെ പച്ചകുത്തിവെക്കുന്നത്. വാട്ട് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ് മാൻ! മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലീഷുകാരിൽ ഇന്ത്യൻ കണ്ണുകൾ ബട്ട്ലറിലേക്ക് നീണ്ടു. തന്റെ കൈക്കരുത്തിൽ റൺമലകൾ നീന്തിക്കയറിയിരുന്ന അയാൾക്ക് പക്ഷേ അധികമൊന്നും ചെയ്യാനായില്ല. 27 റൺസെടുത്ത് ജോസേട്ടൻ ഗ്യാലറിയിലേക്ക് നടന്നു. ഹാരി ബ്രൂക്കും വന്ന വേഗത്തിൽ മടങ്ങിയപ്പോൾ വാങ്കഡയുടെ ആകാശത്ത് ആരവങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ വെള്ളക്കാരുടെ ആവനാഴിയിൽ യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ നിശബ്ദരാക്കാൻ പോന്നൊരുത്തനുണ്ടായിരുന്നു, ജേക്കബ് ബെഥൽ. ടൂർണമെന്റിൽ തല്ലുവാങ്ങിക്കൂട്ടുന്ന വരുൺ ചക്രവർത്തിയുടെ പന്തുകൾ തുടരെ ഗ്യാലറിയിലേക്ക് പായിച്ചായിരുന്നു അയാളുടെ തുടക്കം. അനുസ്യൂതം ബൗണ്ടറികൾ. വിൽ ജാക്സനെ ഒപ്പം കൂട്ടി അടിച്ചു തകർത്ത ബെഥലിന് അർദ്ധ സെഞ്ചുറിയിലെത്താൻ 19 പന്തുകളെ വേണ്ടിവന്നുള്ളൂ. ഒരറ്റത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞുപോയപ്പോഴും അവസാനം വരെ പതറാതെ പൊരുതി ബെഥൽ. ഹാരി ബ്രൂക്കിനെ പറന്നുപിടിച്ച അക്സർ പട്ടേൽ വിൽ ജാക്സനെ സിക്സറിൽ നിന്ന് തള്ളിയിട്ട് ശിവം ദുബൈയുടെ കൈകളിലൊക്കുകയും ചെയ്തു. 18-ാം ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങിയ ബുംറയാണ് മറ്റൊരു ഹീറോ. 19-ാം ഓവറിൽ ബെഥലിനെ റണ്ണൌട്ടാക്കിയും 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത് സാം കറനെ പവിലിയനിലേക്ക് മടക്കുകയും ചെയ്ത ഹാർദിക് പാണ്ഡ്യയും വാങ്കഡയിൽ അവതരിച്ചു. ആബ്സല്യൂട്ട് സിനിമ, അല്ല സിനിമയേക്കാൾ മനോഹരമായ ക്രിക്കറ്റ്. ഇന്ത്യ ഫൈനലിലേക്ക്. 2020 ലോകകപ്പിൽ 3ാം കിരീടം ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾക്ക് പ്രത്യാശ പകരുന്നതിപ്പോൾ സഞ്ജു സാംസൺ എന്ന മലയാളിയാണ്. ഒരുനാൾ കിനാവ് പൂത്തിടും, അതിൽ നമ്മൾ ഒന്ന് ചേർന്നിടും, പിറാക്കൾ പോൽ ഇതേ വഴി നിലാവിൽ പാറിയിടുമെന്ന് നമുക്ക് ശുഭപ്രതീക്ഷയോടെ പാടിയുറങ്ങാം.